ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫായിട്ട് തന്നെയാണ്. ഇത് നമ്മളെ ചാനലിലെ മൂന്നാമത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ, പാർട്ട് 3 ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ പ്രോഗ്രാം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നെൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു സർപ്രൈസൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ രാവിലെ നമ്മൾ ദോശയും അതേപോലെ തന്നെ കോഴിമുട്ട പൊരിച്ചതുമായിട്ട് കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനുണ്ട്. പിന്നെ നാളെ നമുക്ക് എക്സാമും ഉണ്ട്. ഇന്ന് നമുക്ക് കർക്കിടകവായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂൾ അവധിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അങ്ങോട്ട് അവളുടെ വീട്ടിലോട്ട് പോകാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വന്നിട്ട് പിന്നെ ബാക്കി നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഞാനും റിൻഷിയും റിനാസും കൂടിയിട്ട് അഫ്നയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റാക്കുന്നത്. നമ്മൾ വെളിയങ്കോട് പോയിട്ട് നമുക്ക് വേറെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഹാൻഡ് മെയ്ഡ് ഐറ്റംസും പിന്നെ ഫേസ് വാഷ്, ലിപ് ബാം അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ നമുക്കൊരു റിങ്ങും അതേപോലെ തന്നെ കിൻഡർ ജോയ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെളിയങ്കോട് നിന്ന് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് അത് വാങ്ങിയിട്ടാണ് അഫ്നയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അഫ്നയുടെ വീട്ടിൽ ബാക്കിയുള്ളവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവളുടെ അടുത്ത് തന്നെയാണ് ഫിത്തൻ്റെ വീട്. സോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒക്കെ സെറ്റാക്കിയതിന് ശേഷം ഗിഫ്റ്റ് പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോകാനായിട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് അവളെ അറിയാണ്ട് നമുക്ക് സർപ്രൈസ് ആയിട്ട് പോകണമെന്നായിരുന്നു. പക്ഷെ അന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ അവൾ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യമൊക്കെ ഉരുണ്ട് കളിച്ചു, ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്, വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പിന്നെ ഞങ്ങൾ വരുമെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ അവൾക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾ വരും എന്നുള്ളത്. അപ്പോൾ എന്തായാലും അത്ര കാര്യമായിട്ട് അങ്ങനെ സർപ്രൈസ് ഒന്നുമില്ല. പിന്നെ ഗിഫ്റ്റ് കൊടുക്കുന്നുള്ളത് എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇതാക്കി വെച്ചത്. അങ്ങനെ നമ്മൾ അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ വരും എന്നുള്ള ഹോപ്പ് ഉണ്ടായതിനെ കൊണ്ട് തന്നെ ആൾ അത്ര അങ്ങോട്ട് ഞെട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങളെ കണ്ട പാടെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ആൾ പോയിട്ട് വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് അവളുടെ 18th ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് 18 ഗിഫ്റ്റ് തന്നെ കൊടുക്കണം എന്നുള്ളതൊരു ആഗ്രഹമായിരുന്നു. സോ നമ്മൾ കൂടുതലും ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ഒക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് അവൾക്ക് കൂടുതലും ഹാപ്പിയായി, കാരണം നമ്മളുടെ എഫേർട്ട് എടുത്ത് ചെയ്യുന്നതല്ലേ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ മന്തിയൊക്കെ അമ്മ ഓൾറെഡി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കഴിച്ചു. അതിന് ശേഷമാണ് നമ്മൾ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തതിൽ ഒരു ഗിഫ്റ്റാണ്. ഇത് നമ്മളിങ്ങനെ സ്ക്രാച്ച് ചെയ്യുമ്പോൾ അതിലൊരു മെസ്സേജ് ഉണ്ടാവും. സോ ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട്, അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം യൂനോ ഒക്കെ കളിച്ചിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മളുടെ ഫിത്തൻ്റെ ഉമ്മ കായ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കട്ടിങ്ങൊക്കെ നൈറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തരാൻ വേണ്ടിയിട്ട് വെറുതെ ജസ്റ്റ് ഞങ്ങൾ കേക്ക് പോലെ അതിങ്ങനെ കട്ട് ചെയ്തെന്നുള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു. സോ നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ടാണ് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ബുക്കും എല്ലാം എടുത്തിട്ടിരുന്നു, കാരണം നാളെ എക്സാമാണ്. അപ്പോൾ 3 ചാപ്റ്റേഴ്സ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 1 കഴിഞ്ഞിട്ടുള്ളൂ, ഇനി 2 ചാപ്റ്റേഴ്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉറങ്ങുന്നില്ല എന്നുള്ളതാണ് പ്ലാന്. പിന്നെ എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം സാറ്റർഡേ സൺഡേ ആണ്. സോ സ്കൂളില്ല. അപ്പോൾ എന്തായാലും സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഉറങ്ങാണ്ട് ഇന്നൊരു ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ എന്തോ 2-3 മണിക്കൂർ 2 മണിക്കൂർ എന്തോ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. 3 മണിക്കോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ 5 മണിയാകുമ്പോഴേക്കും പിന്നെയും എണീച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ്സൊക്കെ കണ്ടിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് വിശന്നപ്പോൾ ഞാൻ ഒരു ബനാന ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ.